7 അവയവങ്ങളുടെ മേലാണ് സുജൂദ് ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ 7 അവയവങ്ങളുടെ മേൽ ഉമിർതു അൻ അസ്ജുദ അലാ സബഇ, 7 അവയവങ്ങളുടെ മേൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് 7 നബി എണ്ണുന്നത് അൽ ജബ്ഹത്തു വൽ അൻഫു, രണ്ടും കൂടി ഒന്നായിട്ട് എണ്ണി. നെറ്റിയും മൂക്കും, വൽ യദൈനി 2 കൈകൾ, വൽ റുക്ബത്തൈനി 2 കാൽമുട്ടുകൾ, വൽ ഖദമൈനി 2 പാദങ്ങളും. ഇതാണ് സുജൂദിന്റെ അവയവങ്ങൾ. 7 അവയവം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നബി നെറ്റി എന്ന് പറഞ്ഞിട്ട് നബി ചൂണ്ടിയത് മൂക്കിലേക്കാണ് എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. നെറ്റി എന്ന് പറഞ്ഞിട്ട് നബി ചൂണ്ടിയത് മൂക്കിലേക്കാണ്. അപ്പോ നെറ്റി ഏതായാലും ആർക്കും വെറും മൂക്കും ഏതായാലും ആരും സുജൂദ് ചെയ്യൂല. അപ്പൊ നെറ്റി എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം. പ്രത്യേകിച്ച് നബി ചൂണ്ടിക്കാണിച്ചു മൂക്കിലേക്ക്. അപ്പൊ മൂക്ക് വെക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം ജബ്ഹത്തു വൽ അൻഫൂന്ന് സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ നെറ്റി മാത്രം വെച്ചാൽ പോരാ, മൂക്കിങ്ങനെ ഉയർത്തിപ്പിടിച്ച് നെറ്റി മാത്രം വെക്കരുത്. നെറ്റിക്കൊപ്പം മൂക്കും നിലത്ത് നമ്മൾ അമർത്തി വെക്കണം എന്നർത്ഥം. അപ്പൊ സുജൂദിന്റെ ഒരു അവയവം അതാണ്. പിന്നെ 2 കൈകളാണ് നബി പറഞ്ഞത്. കൈകൾ എങ്ങനെ വെക്കണം? കൈകളിനെ പറഞ്ഞിട്ടുള്ളൂ. നബി അതിന് വിശദീകരണം തന്നു. 2 മുൻകൈ മാത്രം വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ മാത്രം വെച്ചാൽ മതി നിലത്ത്. കുറച്ചും കൂടെ സുഖവും സൗകര്യമൊക്കെ തോന്നുന്നു നമുക്ക് ഈ തറാവീഹിന് നീണ്ട സുജൂദിന് എങ്ങനെ കിടക്കലാ സൗകര്യം. പക്ഷെ അത് വേണ്ടാതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് നമുക്ക് ഫർദ് അത്ര തന്നെ ഒരു സുഖം തോന്നില്ല. പക്ഷെ ഈ തറാവീഹിനുണ്ടല്ലോ, ഉറക്കിങ്ങനെ വന്നിട്ട് ആ നീണ്ട മയക്കത്തിലുള്ള ആ ഒരു സുജൂദ്, ആ സുജൂദില് കൈയിന്റെ മുട്ടിന്റെ ഇവിടുന്ന് അങ്ങോട്ട് വെച്ചിട്ട് സുഖമായിട്ട് സുജൂദിൽ കിടന്ന് ഉറങ്ങും ചില ആൾക്കാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് പാടില്ല. കൈ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വെച്ചാൽ മതി. മുൻകൈയിന്റെ പള്ളയെ വെക്കേണ്ടുള്ളൂ. ഇവിടെ ഈ മുട്ടുകൈ ഉണ്ടല്ലോ അത് ഉയർത്തിപ്പിടിക്കണം. നബി പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഫ്തരിശ റജുലു സിറാഇഹി ഇഫ്തിറാശ. അതാണ് സിറാഅ് എന്ന് പറയുന്നത്. മുഴങ്കൈകൾ മനുഷ്യൻ വെക്കരുത്. ഇഫ്തിറാശത്തുകുഴി, ഈ മൃഗങ്ങൾ വെക്കുന്നത് പോലെ. നായക്ക് കിടക്കുന്നില്ല, കൈ ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ വന്യമൃഗങ്ങള്, സിംഹം, അതേപോലെ തന്നെയുള്ള മൃഗങ്ങളൊക്കെ കൈകൾ ഇങ്ങനെ ഒന്നിച്ച് പരത്തി വെക്കുന്നത് പോലെ നിങ്ങൾ വെക്കരുത്. കൈ രണ്ടും ഇങ്ങനെ മുൻകൈ മാത്രം വെച്ച് ഈ ഭാഗമൊക്കെ ഉയർത്തിപ്പിടിക്കണം. വേറൊരു നിയമം, അതോടൊപ്പം തന്നെ കൈയിനെ പറ്റി നബി പറഞ്ഞത് കൈ രണ്ടും ഇങ്ങനെ വയറിലേക്ക് ചേർത്ത് പിടിക്കരുത് എന്നാണ്. പ്രവാചകൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്ന് പ്രത്യേകം ഹദീസിൽ കാണാൻ സാധിക്കും. 2 കൈയും അകറ്റി പിടിച്ചു, വയറോട് ചേർക്കാതെ 2 കൈയും അകറ്റി പിടിച്ചു. എന്നിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും, സഹാബത്ത് പറയാൻ, നബി ഇങ്ങനെ അകറ്റി പിടിച്ചിട്ട് പ്രവാചകന്റെ ഈ കക്ഷത്തിന്റെ വെളുപ്പ് ഞങ്ങൾ കാണുന്നത് വരെ നബി ഉയർത്തിപ്പിടിച്ചിരുന്നു. അപ്പൊ ഒന്ന് ഇത്ര ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പുറപ്പുറമുള്ള നീങ്ങിക്കട എന്ന നിലക്ക് എന്തെങ്കിലും മാറ്റി നിർത്തണമെന്നല്ല, സൗകര്യത്തിനനുസരിച്ച് ഒരിത്തിരി ഇങ്ങോട്ട് വെക്കണം. 2 കൈയും വെക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണ്? കൈമുട്ടിന്റെ ഭാഗത്തല്ല, ഈ ചുമര് സുജൂദിൽ കിടക്കുമ്പോൾ നമ്മുടെ ഈ ചുമരിന്റെ നേരെ വരുന്ന ഭാഗത്ത് ഒരിത്തിരി വേണമെങ്കിൽ മുമ്പിലേക്ക് വെച്ച് ചെവിയുടെ ഭാഗത്തേക്ക് വരുന്ന അത്ര കൈകൾ വെക്കാവുന്നതാണ്. അതിൽ തന്നെയും പ്രത്യേക നിർദ്ദേശം, കൈ ഇങ്ങനെ കുത്തിപ്പിടിക്കരുത് എന്ന് പറഞ്ഞാൽ കൈയിന്റെ വിരലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിക്കരുത്, ഒക്കെ കിബിലയുടെ ഭാഗത്തേക്ക് തന്നെ പോകട്ടെ. അപ്പോ കൈ വെക്കുന്നത് ഇങ്ങനെ കൃത്യമായിട്ട് നേരെ കിബിലയുടെ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കണം. ഇതിനൊക്കെ നിയമങ്ങളുണ്ട് എന്ന്. ചില ആൾക്കാർ ഇങ്ങനെ വെക്കും, ഇങ്ങനെ സുജൂദ് ചെയ്യുന്നു. അത് പോരാ, കൈകൾ മുഴുക്ക വെക്കണം. ചെരിച്ചു കുത്തി നിർത്തരുത്. ചെരിച്ചു കുത്തി നിർത്തുമ്പോഴാണ് ഈ 2 കൈമുട്ടും വയറിന്റെ പിടിച്ച് വരിക. അപ്പൊ അതുകൊണ്ട് അകറ്റി പിടിച്ച് നിർത്തണം, കൈ ഇങ്ങനെ തന്നെ വെക്കണം. പിന്നെ അതോടൊപ്പം പ്രവാചകൻ നിർദ്ദേശിച്ചത് കാലിന്റെ മുട്ട്, പിന്നെ വൽ ഖദമൈ 2 പാദങ്ങൾ. ഖദമൈ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പല ആൾക്കാരുടെയും സുജൂദ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാല് അവർ നിലത്ത് വെക്കൂല. ചില ആൾക്കാരൊക്കെ 2 കാലും ഇങ്ങനെ പൊന്തിച്ചു വെച്ചിട്ട് ഇങ്ങനെ സുജൂദിരിക്കുന്നതാണ്. വേറെ ചില ആൾക്കാരുടെ ഒരു കാല് സുജൂദിലുണ്ടാവും, മറ്റേ കാലുമലായിരിക്കും രണ്ടാമത്തെ കാല് നിൽക്കുന്നത്. അതിന് അങ്ങനെ തിരിപ്പിടിച്ചുകൊണ്ട് വെക്കും. അപ്പൊ അത് പോരാ, കാലിന്റെ വിരലുകൾ ഇങ്ങനെ സുജൂദിൽ കുത്തി നിർത്തണം. അതിലും നബി പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ട് ആ കാലിന്റെ വിരലുകൾ റസൂലുള്ളാഹിയുടെ സുജൂദിനെ പറ്റി സഹാബത്ത് പറയുന്നു, സുജൂദിൽ കിടക്കുമ്പോ കാലിന്റെ വിരലുകൾ പോലും എങ്ങോട്ട് തിരിച്ചു? നബി കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു. അപ്പൊ കാലിന്റെ വിരലിങ്ങനെ കുത്തി നിർത്തിയാൽ ഈ വിരൽ നേരെ കിബിലയുടെ ഭാഗത്തേക്കൊക്കെ ആയിട്ട് വരും. അപ്പൊ നിലത്ത് ഇങ്ങനെ കുത്താലങ്ങനെ തൊട്ട് കളിക്കലല്ല, കൃത്യമായിട്ട് മടക്കി വെച്ചാൽ അവ കിബിലയുടെ നേരെയായിത്തീരും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രത്യേകം നമ്മളോട് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള രൂപം.